ഇവിടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ ഓർത്തൊന്ന് മണിപ്പാല വരെ പോയിട്ട് വരാമെന്ന്. എൻ്റെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷപ്പെടുന്ന എലിസോന്റെ അടുത്താണ് നമ്മൾ പോകുന്നത്. ബൈ ദ ബൈ, ഞാൻ അവളെ എലിസോ എന്നൊന്നും വിളിക്കാറില്ല, കാരണം അവൾക്ക് പണ്ടേ ഒരു ഇരട്ടപ്പേരുണ്ട്. ഏതായാലും എൻ്റെ ഇന്റേൺഷിപ്പ് തുടങ്ങുമ്പോൾ അവളുടെ ഇന്റേൺഷിപ്പ് മൊത്തം കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രാക്ടിക്കൽസ് മാത്രമേ ബാക്കിയുള്ളൂ. അതോടെ കഴിഞ്ഞാൽ അവൾ അങ്ങ് പോകും. അങ്ങനെ ഒറ്റ മൈൻഡിൽ 2 മണിക്കൂർ ബസ്സിലും കുത്തിയിരുന്ന് ഞാൻ മണിപ്പാലെത്തി. പിന്നെ അവിടെ ക്യാമ്പസ് ഒക്കെ ചുറ്റി കണ്ട് ഒരു കഫേയിൽ കയറി ചായയൊക്കെ കുടിച്ച് പിന്നെ അവിടുത്തെ മെയിൻ മലയാളി സ്പോട്ടായിട്ടുള്ള സെൽഫ് പാലസിൽ പോയി പയമ്പൊരിയും കടിയൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കാലമായിട്ടുള്ള എൻ്റെ കൊച്ചാഗ്രഹമായിരുന്നു അവളുടെ ഹോസ്റ്റലിൽ കയറണമെന്ന്. ഹോസ്റ്റലൊക്കെ അടിപൊളിയാണ്. അവളുടെ ഫ്രണ്ട്സിനോടൊക്കെ കുറച്ചു നേരം വർത്താനം പറഞ്ഞിട്ട് ഒരു 6:30 ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ആരെങ്കിലും പിടിച്ച് വെളിയിലാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ത്രില്ലിംഗ് ആയേനെ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പിന്നെ എനിക്ക് അധികം ടൈം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ലേക്കിൽ പോയി. കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അവിടെയുള്ള അത്രയും ക്രൗഡ് ഇല്ല. പക്ഷെ അവിടുത്തെ ഈവനിങ് വ്യൂ അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് ഡേ അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്തു. അവൾക്ക് ഷുഗർ അത്ര ഇഷ്ടമല്ല. പക്ഷെ ഞാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റും. അതെല്ലാം കഴിഞ്ഞ് അവൾ എന്നെ അവിടെ നിന്ന് ബസ് കയറ്റി വിട്ടു. അപ്പൊ ടാറ്റ ബൈ ബൈ, സീ യു.